സാധിച്ചിട്ടാണ് ധ്യാനിക്കുന്ന വചനം ആത്മാവിന്റെ ശബ്ദമായി മാറുക, ആത്മാവിന്റെ പ്രവൃത്തിയായി മാറുക. ധ്യാനിക്കുക. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടന്നില്ല. ആത്മസാന്നിധ്യത്തിന്റെ നിറവിലേക്ക് ഈ സഭ ഒന്ന് ചലിച്ചപ്പോൾ, ഈ സഭ ഒന്ന് ചലിച്ചപ്പോൾ അത് നിറയാണിയോളം പോരാ, മുട്ടോളം പോരാ. ഇത് എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല, ഇതെന്റെ അവസ്ഥകൾ പറയുവാനുള്ള ഒരു വേദിയല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ചലനം വെളിപ്പെടാനുള്ള സ്ഥലമാണ്. ഇത് ആത്മസാന്നിധ്യത്തിന്റെ നിറവ് വെളിപ്പെടാനുള്ള സ്ഥലമാണ്. ഇത് തൃപ്തിപ്പെടുന്ന സ്ഥലമല്ല. ഇത് പോരാ, ഇത് പോരാ എന്ന് പറയുക. എനിക്ക് മുട്ടോളം പോരാ. ഇനിയും 1000 മുഴക്കൂടവും നടന്ന് മുന്നോട്ട് പോകുക. എനിക്കറിയോളം പോരാ. ഇനിയും 1000 മുഴക്കൂടെ നടന്ന് മുന്നോട്ട് പോകുക. നീതിയിട്ടല്ലാതെ നടപ്പാൻ കഴിയാതെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഇത് പറയുക പറഞ്ഞേ, എനിക്കിത് പോരാ, എനിക്കിത് പോരാ, എന്റെ സ്നേഹം പോരാ പറഞ്ഞേ, എനിക്കിത് പോരാ, എനിക്കിത് പോരാ. സ്വർഗത്തിൽ നിന്ന് പൊട്ടി പുറപ്പെടുന്ന ആത്മനദിയുടെ ആത്മപ്രവാഹത്തിലേക്ക്, ഒരു കവിതയിലേക്ക്, ഒരു വലിയ കാറ്റടിക്കുന്നത് പോലെ, വലിയ കാറ്റടിക്കുന്നത് പോലെ ഇത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നൊരു മുഴക്കം. ഇതുവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടവർ ഇത് ഭയക്കാല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കട്ടെ. ഓ അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലുള്ള ഈ സഭ പ്രവേശിക്കട്ടെ. ശുശ്രൂഷ അതിർവകത്തിന്റെ വിസ്താരമായ ഫലക്കാണ്, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന ഫലക്കാണ്, രോഗികൾ സൗഖ്യമാകുന്ന ഫലക്കാണ്, ഭൂതങ്ങൾ പൊട്ടുന്ന ഫലക്കാണ്. കൃപാവരങ്ങൾ ചൊരിച്ചോളട്ടെ, കൃപാവരങ്ങൾ ചൊരിച്ചോളട്ടെ. ഇത് ഫലക്കാലം കൃപാവരങ്ങൾ അക്തിവേറ്റ് കഴിഞ്ഞു പോകട്ടെ. Yeah.
സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എത്രത്തോളം ഈ ആത്മസന്തോഷം അനുഭവിക്കുവാൻ കഴിയുമോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ കോട്ടയത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ദൈവനോട് ഒരുപാട് ഇടപെടുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന് വലിയ പ്രസൻസ് എൻ്റെ ഇടത്തും വലത്തും ഗബ്രിയേൽ മിഖായേൽ ദൂതന്മാർ ഇരിക്കുന്നത് പോലെ, അവരെന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് വ്യക്തമായി അനുഭവിച്ചറിയുവാനായി മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. അസാധാരണമായി ദൈവസാന്നിധ്യം മീറ്റിംഗിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. പാരമ്പര്യ സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ പോലും ഇരിക്കാൻ കഴിയാതെ വന്നു. ആമേൻ. സാധാരണ ഈ IPC പോലെയുള്ള പാരമ്പര്യ സഭകളിൽ നിന്ന് കടന്നു വരുന്ന ദേവദാസന്മാർ അഭിഷേകത്തിൽ ആരാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ സഭയ്ക്കകത്ത് നിൽക്കുവാൻ കഴിയാതെ വന്നു. അതിൽ പങ്കെടുക്കുവാൻ കടന്നു വന്ന ദൈവദാസന്മാർ പോലും ആമേൻ തറയിൽ കസേരയിലൊന്ന് അമർന്നിരിക്കുവാൻ കഴിയാതെ ആമേൻ ഭയങ്കര ദൈവസാന്നിധ്യത്തിൽ നിറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കൂടെ 10 പേരുള്ളതിനേക്കാളും നല്ലത് ആത്മസാന്നിധ്യത്തിന്റെ നിറവിലേക്ക് യാത്ര ചെയ്യുന്നു. ചിലപ്പോൾ ഒറ്റയ്ക്കെന്നൊക്കെ തോന്നിപ്പോകും, പക്ഷേ ആമേൻ ആത്മസാന്നിധ്യത്തിന് നിറവനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് ദൈവം ഒരു വചനം ഇടപെട്ടു. ആ വചനമാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം
അതിന്റെ 2-ാമത്തെ വാക്യം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൽ വലതുഭാഗം ഇരിക്കുകയും ചെയ്തു. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യും. ആമേൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ സെക്കൻഡ് പാർട്ട്. യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന വലിയൊരു മാതൃക, തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത്. ഇന്ന് പകലിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം അതാണ്. എന്താണ് ദൈവം നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്നത്? യേശു കർത്താവ് അപമാനത്തെ അലക്ഷ്യമാക്കി കളയുക, ക്രൂശിനെ സഹിക്കുവാൻ ഒറ്റ റീസണേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു പദമുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്ത് നിവർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കാറുണ്ട്, ദൈവത്തിന് എല്ലാവരെ കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എപ്പോഴാണ് ദുഃഖിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് നിരാശപ്പെടുന്നത്, നമ്മൾ എപ്പോഴാണ് ടെൻഷൻ അടിക്കുന്നത്, ചില മേഖലകളിലൊക്കെ ചില ശൂന്യതകൾ അനുഭവിക്കുന്നു, ചില റിജക്ഷൻസ് അനുഭവിക്കുന്നു, ചില എന്താ പറയുന്നത് തകർച്ചകൾ ജീവിതത്തിൽ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ആക്സിഡന്റുകൾ നമ്മുടെ ലൈഫിനകത്തുണ്ടാകുമ്പോൾ, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് തകരാറുണ്ട്, ഹൃദയം തകരാറുണ്ട്. യേശു കർത്താവ് പോലും അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് അവൻ മരണവേദന അനുഭവിച്ചത്. മരണവേദന അനുഭവിച്ചാണ് യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ സാഷ്ടാംഗം ദൈവത്തിന്റെ സന്നിധിയിൽ കമിഴ്ന്ന് വീഴുന്നത്. പ്രാർത്ഥനയുടെ ഏറ്റവും കാഠിന്യമേറിയ ഒരു ലെവലാണ്. 2013 ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. സാഷ്ടാംഗം കമിഴ്ന്ന് വീണ് കിടക്കും തറയിൽ, നെറ്റി തറയിൽ പതിപ്പിച്ചുകൊണ്ട് ശബ്ദം പുറത്ത് കേൾക്കാതിരിപ്പാൻ വായോടൊപ്പം വായ അമർത്തി വെച്ചുകൊണ്ട് ഇതിന്റെ താഴത്തെ നിലയിൽ ഞാൻ അമർന്ന് അലറി വിളിക്കുമായിരുന്നു. കാരണം ജീവിതത്തിന്റെ മുൻപിൽ ഒരുപാട് ശൂന്യതകൾ, പ്രതിസന്ധികൾ, ഒറ്റപ്പെടലുകൾ, ആരുമില്ല എന്ന് തോന്നൽ, ഒന്നുമില്ല എന്നുള്ള തോന്നൽ, അവിടെ എല്ലാം നമ്മൾ ഓവർകം ചെയ്തു വന്നതിന്റെ ഒറ്റ റീസൺ നമ്മുടെ മുൻപിൽ ദൈവം വെച്ച ഒരു സന്തോഷം. യേശുക്രിസ്തുവിന്റെ മുൻപിൽ പിതാവായ ദൈവം ഒരുക്കി വെച്ചിരുന്ന സന്തോഷം മറ്റൊന്നുമല്ലായിരുന്നു, സ്വർഗരാജ്യത്തിൽ നിത്യസിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഒരു ഇരിപ്പിടം പുത്രൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പുത്രന് ഈ ഇരിപ്പിടം ലഭിക്കണമെങ്കിൽ പിതാവായ ദൈവത്തിന്റെ പുത്രനോടുള്ള ഇഷ്ടം പുത്രൻ നിറവേറ്റി പുത്രൻ അവിടെ എത്തണം. അവിടെ എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു വേണം അവിടെ എത്താൻ. അപമാനത്തിന്റെ കടമ്പ, ക്രൂശിന്റെ കടമ്പ, ഇതെല്ലാം കടന്നു വേണം എവിടെ എത്താൻ? ആ സിംഹാസനത്തിൽ എത്താൻ. ആ സിംഹാസനത്തിൽ എത്തണമെങ്കിൽ നീ മരിച്ചേ മതിയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്നുമാണ് ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ സിംഹാസനത്തിൽ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രന്റെ മുൻപിൽ ഒരു സന്തോഷത്തെ വച്ചിരുന്നു. അത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാനുള്ള ഒരു ഇരിപ്പിടമാണ്. ഇന്നും നമ്മുടെ ഒക്കെ സന്തോഷം എന്താണ്? ആമേൻ. ഒരു നാൾ നമ്മെ ആരെ കാണും? ദൈവത്തെ കാണും, അല്ലെ? എങ്ങനെ കാണും? മുഖാമുഖം കാണും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രത്യാശയോടെ ജീവിക്കും? എങ്ങനെ പ്രതീക്ഷയോടെ ജീവിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ്. പല
ദൈവമക്കളും നിൽക്കുന്ന വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അവിശ്വാസത്തിന്റെ മണ്ഡലത്തിലോട്ട് വീഴുവാൻ ഒറ്റ റീസൺ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തകർച്ച. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ സഭയോട് വളരെ ശക്തമായിട്ട് പറഞ്ഞത്, ആദ്യത്തെ വിശ്വാസം നമ്മൾ അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അപ്പോൾ യേശുവിന്റെ വാക്ക് കേട്ട് പടകിൽ നിന്ന് ചാടി ഇറങ്ങുവാൻ പത്രോസ് തയ്യാറായി. പക്ഷെ പോകുന്ന വഴിയിൽ അവൻ കാറ്റിനെ കണ്ട് പേടിച്ചു. ഭയം അവന്റെ ഉള്ളിൽ അവിശ്വാസമായി മാറി താണു പോകുന്ന ഒരു ഇടം അവിടെ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതൊക്കെ ഉണ്ടാകും. ഞാൻ പറയട്ടെ പ്രിയരെ, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മളാരും യേശുവിനെ പോലെ അത്ര കഴിവുള്ളവരൊന്നും അല്ല. വേദപുസ്തകത്തിനകത്ത് മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് മരിച്ചിട്ട് പോലും ഇന്നുവരെ എവിടെയാണ് മോശയുടെ അടക്കം ചെയ്ത ശരീരത്തെ പോലും കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തദാസനായിരുന്ന മോശ, ദൈവത്തിന്റെ ശക്തനായ പ്രവാചകൻ, നിനവ എന്ന പട്ടണത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത യോന, ഇവരൊക്കെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത അനവധി വിഷയങ്ങൾ അവരുടെ ജീവിതത്തിനകത്തുണ്ട്. ആ സമയത്തൊക്കെ ലോകം അവരുടെ മുമ്പിൽ വെച്ച ഒരേ ഒരു വഴി മരിക്കുക, ആത്മഹത്യ ചെയ്യുക. എത്രയോ പേർ സൂയിസൈഡ് ചെയ്യുന്നു പ്രിയരെ. എത്രയോ പേർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചു പോകുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലായിരിക്കുന്ന പലരുടെയും ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും പറയാൻ ഒരു റീസൺ ഉണ്ട്. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ, ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തകർച്ചകൾ ഉണ്ടായിട്ടും വേദനകൾ ഉണ്ടായിട്ടും ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ പിന്മാറിപ്പോയില്ലെന്ന് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ. മുൻപിൽ ഒരു സന്തോഷം വച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട് എന്ന്? അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്ത് ശക്തമായിട്ട് പറഞ്ഞാട്ടെ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. ഉറപ്പിച്ച് പറഞ്ഞോ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പ്രതിസന്ധികളിൽ കൂടിയായിരിക്കാം, വേദനകളിൽ കൂടിയായിരിക്കാം, നിരാശകളിൽ കൂടിയായിരിക്കാം. പക്ഷേ എനിക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യാശയാണ്. കാരണം ചില വിഷയങ്ങൾ ദൈവം നമ്മുടെ ലൈഫിൽ അനുവദിച്ചിട്ടുണ്ട്, ചില കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങൾ. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ദൈവമക്കൾക്കുള്ളതാണ്. പക്ഷെ കാത്തിരിക്കുമ്പോൾ നമ്മൾ എവിടെ കാത്തിരിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്? ബലമുള്ള ദൈവത്തിന്റെ കൈക്കീഴിൽ. ഹല്ലേലൂയ. എവിടെയാണ്? ബലമുള്ള ദൈവത്തിന്റെ കൈക്കീഴിൽ നമ്മൾ കാത്തിരുന്നാൽ ആരും നമ്മെ അവിടെ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പോകത്തില്ല. ഒരു മരണത്തിന്റെ ശക്തിക്ക് പോലും ദൈവത്തിന്റെ ബലമുള്ള കൈയുടെ കീഴിൽ നിന്ന് നമ്മെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പ്രിയരെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടന്നിരുന്നു എങ്കിൽ ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നു. വേദപുസ്തകം പോലും പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചല്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഒന്ന് ബൈബിൾ പറയുന്നു, ഇയ്യോബ് പറഞ്ഞൊരു പദമുണ്ട്, ദൈവമേ നിന്റെ ഉദ്ദേശങ്ങളെല്ലാം നടക്കും. ദൈവത്തിന്റെ ഉദ്ദേശമെല്ലാം നടക്കും. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയണം. ഇസ്രായേൽ ജനം 70 സംവത്സരം ബാബിലോണിയ അടിമത്തം അത് ദൈവം അനുവദിച്ചതാണ്. ഈ 70 സംവത്സരത്തിനകത്ത് എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര ആരാധിച്ചാലും ഈ 70 സംവത്സരം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ചില കഷ്ടതകൾ നമ്മൾ സഹിച്ചേ മതിയാകൂ. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വേദന ഈ ദൈവം നമുക്ക് തരികയില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പരാജയത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നിനുമല്ല, ഇതിനേക്കാളും വലിയൊരു ജയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനാണ്. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ എടുക്കണ്ട, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്,
ഞങ്ങൾ അനുഭവിച്ച കഷ്ടതയുടെ മധ്യത്തിൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചിട്ട് ആ ആശ്വാസത്തെയാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് കൈമാറിയത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ കഷ്ടതയുടെ മധ്യത്തിൽ അനുഭവിച്ച ആശ്വാസം താൻ മറ്റുള്ളവർക്ക് കൈമാറി എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലർ ചെയ്യുന്നത്, ഞാൻ ഒരു കാര്യം പറയാം, ചില പരാജയങ്ങൾ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നതല്ല ദൈവത്തിന് പെർഫെക്റ്റ് ആയി തോന്നുന്നത്. കാരണം ദൈവത്തിന്റെ മുൻപിൽ നമ്മെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. ദൈവം നമ്മെ നടത്തുന്നത് ആ പ്ലാനിൽ കൂടിയാണ്. പക്ഷെ നമുക്ക് തോന്നും ഈ സ്ഥലം കൊള്ളാം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ അവർക്ക് നല്ലതെന്ന് തോന്നിയ ഹോരേബ് പർവ്വതം, ഹോരേബ് എന്ന് പറഞ്ഞാൽ സീനായ് മല, സീനായ് മലയുടെ താഴ്വാരം ഇവർക്ക് താമസിക്കാൻ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ ദൈവം പറഞ്ഞത് നീ ഇവിടെ താമസിച്ചത് മതിയെന്ന്. കുറച്ചു ദിവസം ദൈവം അവിടെ പെർമിഷൻ കൊടുത്തു താമസിക്കാൻ. പക്ഷെ അത് മതിയെന്ന് പറഞ്ഞു. കാരണം ദൈവത്തിന്റെ മുൻപിൽ ഈ ജനത്തെ എവിടെ എത്തിക്കണമെന്ന് വ്യക്തമായ പ്ലാനുണ്ട്. ഈ പ്ലാനാണ് മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. 400 സംവത്സരം ഇസ്രായേൽ മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടന്നു. ആ 400 വർഷത്തെ തലമുറകൾ 400 സംവത്സരം കൊണ്ട് മിസ്രൈം ദേശത്തിൽ നിന്ന് ഇവരിലേക്ക് വ്യാപരിച്ച സകല ക്യാരക്ടറുകളും അല്ലെങ്കിൽ സകല ആചാരങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഏത് ദേശത്താണോ താമസിക്കുന്നത് ആ ദേശവുമായി നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ ആ ദേശത്തിന്റെ സംസ്കാരം നമ്മുടെ ലൈഫിൽ വെളിപ്പെടും. ആ ദേശത്തിലെ സംസാര രീതി നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെ വസിക്കുന്നത് കൊണ്ടാണ്. കുറെ നാളുകൾ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നമ്മൾ വസിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെതായ ഒരു സംസാര രീതി നമ്മുടെ വാക്കുകളിൽ വെളിപ്പെടും. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ അക്ഷരത്തിന്റെ നഗരിയായ കോട്ടയത്തിലോട്ട് പ്രവേശിച്ച് അവിടെ ചെന്ന് കുറച്ചു നാളുകൾ താമസിക്കുമ്പോൾ നമ്മുടെ സംസാര രീതി വീണ്ടും മാറും. അങ്ങനെയെങ്കിൽ 400 സംവത്സരം മിസ്രൈമിൽ പാർത്ത ഇസ്രായേൽ ജനം എന്തുമാത്രം മിസ്രൈമിന്റെ ആചാരങ്ങളുമായിട്ട് കണക്റ്റായി. ആ മിസ്രൈമിന്റെ 400 വർഷത്തെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം പുറത്തെടുക്കുമ്പോൾ 10 ബാധകളെ അയക്കേണ്ടി വന്നത് മറ്റൊന്നിനു വേണ്ടിയായിരുന്നല്ല. ആ മിസ്രൈമിൽ നിന്നും ഇവരുടെ ഹൃദയത്തിലോട്ട് ഇവരുടെ രക്തത്തിലോട്ട് കണക്ട് ചെയ്യപ്പെട്ട ആചാരങ്ങളെ വിട്ട് സ്വഭാവങ്ങളെ വിട്ട് ഇവർ പൂർണ്ണമായും പുതിയ സൃഷ്ടികളായിട്ട് ഇവർ പുറത്തു വരണം. ഹല്ലേലൂയ. എന്തിനാ പ്രിയരെ പുതിയ നിയമത്തിനകത്തോട്ട് വരുമ്പോൾ നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയം വയ്ക്കുവാൻ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തെ കഴുകും. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തെ കഴുകുമ്പോൾ പഴയ സംസ്കാരം ഇതിനകത്ത് നിന്ന് മാറ്റപ്പെടും. പഴയ സ്വഭാവങ്ങൾ മാറ്റപ്പെടും. പഴയ രീതികൾ മാറ്റപ്പെടും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരു വ്യക്തി ക്രിസ്തുവിൽ ആയി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. വിശ്വാസത്തിൽ വന്നിട്ടും പഴയ രീതികൾക്ക് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ, പഴയ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രിയരെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നറിയാമോ? ദൈവം നിന്നെ പണിതുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാന് ജോയ് പാസ്റ്ററുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. എനിക്ക് ഏതെങ്കിലും കണ്ണാടിപ്പെട്ടിയുടെ അകത്ത് നല്ല തിളക്കമുള്ള ഒരു മൺപാത്രമായി ഇരിക്കാൻ ഞാൻ കൊതിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ പ്രിയരെ? നല്ല തിളക്കമുള്ള മൺപാത്രം കുശവന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. നല്ല തിളക്കമുള്ള മൺപാത്രം ഏതെങ്കിലും ഒരു കടയുടെ ഷോപ്പിൽ ഇരിക്കും. ആരെങ്കിലും അത് വാങ്ങിക്കും. എവിടെയെങ്കിലും അതൊന്ന് വീണാൽ അത് ഉടഞ്ഞു പോകും. അതെടുത്ത് വേസ്റ്റ് കുട്ടയിൽ എറിയും. അത് പിന്നെ തിരിച്ചു പണിയത്തില്ല. പക്ഷെ ഒരല്പം തിളക്കം കുറഞ്ഞാല്, അല്പം ഭംഗി കുറഞ്ഞാല്, നീ കുശവന്റെ കയ്യിലാണ് ഇരിക്കുന്നു എങ്കിൽ നീ വീണാലോ നീ പൊട്ടിപ്പോയാലോ നിന്നെ വീണ്ടും പണിതുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാല പ്രിയരെ ഏതെങ്കിലും ഒരു കണ്ണാടിപ്പെട്ടിന്റെ അകത്ത് നീ ഇരിക്കുന്നതിനേക്കാൾ ഒരു പുകഴ്ചയുടെയും പ്രശംസയുടെയും ഒരു പ്രശസ്തിയുടെയും പദവിക്കകത്ത് നിൽക്കുന്ന
കുശവന്റെ കയ്യില് കളിമണ്ണ് പോലെ പറയുവാൻ പറ്റും. കുശവൻ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ കരങ്ങളിൽ. കുശവൻ